ഇന്നും ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് മതമോ സഭയോ ജാതിയോ സംഘടനയോ ആരോ ആകട്ടെ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ, ഈ മതവും സംഘടനയും ജാതിയും വർഗവും ഒക്കെ. പക്ഷെ ദൈവത്തിന് ഇതൊന്നും ഇല്ലെന്നേ. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടോ ഒരു സംഘടനയുടെ നേതാവായിട്ടോ ഒന്നുമല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാണ്. അത് ഇരുട്ടിലിരിക്കുന്ന ആർക്കും പ്രകാശിക്കുന്ന വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതം ഇന്ന് ഇരുട്ടിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇന്ന് വല്ലാത്ത പ്രതിസന്ധിയിലാണെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ്. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം അറിയാൻ കഴിയും. അതുകൊണ്ട് കർത്താവിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ദാവീദിനെ പോലെ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ ദാവീദാ പറഞ്ഞ, നീ എന്റെ ശൈലമാ, എന്റെ കൊമ്പ, എന്റെ ഗോപുരമാ, എന്റെ പാറയാ. നിങ്ങൾക്ക് എന്നാ പറയാനുള്ളേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകളുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിനെ ഒരമ്മ കളിപ്പിക്കുമ്പോ, അല്ലെ വല്യമ്മച്ചി ആ കൊച്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്ത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ചക്കരമുത്തല്ലേ, എന്റെ വാവയല്ലേ, എന്റെ പൊന്നല്ലേ. ആ സ്നേഹം കൂടുമ്പോ ഈ വാക്കുകളൊക്കെ ഇവിടുന്നാ വരുന്നതെന്ന് ഒരു പിടിയില്ല. അതിങ്ങനെ അകത്തുനിന്ന് വരുന്നതാണ്. ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ, എന്റെ ദൈവമായ കർത്താവേ, ഐ ലവ് യു മൈ ലോർഡ്. ഓ ഗാഡ്, നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനോടുള്ള സ്നേഹം ഒന്ന് വെളിപ്പെടുത്തിയേ. ഈ പാട്ടിന്റെ വരികളിൽ നമ്മൾ കേട്ടതുപോലെ, എന്റെ ശൈലമായവനെ, എന്റെ കൊമ്പും എന്റെ ഗോപുരവുമായവനെ, എന്റെ സർവ്വമായവനെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ.